ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മളെ പുതിയൊരു യാത്ര വന്നിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഏകദേശം 11:30 മണിക്ക് നമ്മൾ കോഴിക്കോട് ബീച്ചിലേക്ക് വന്നതാണ്. ഇപ്പം കോഴിക്കോട് ബീച്ചിലാണുള്ളത്. ലൊക്കേഷൻ കാണിച്ചുതരാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. നല്ല അടിപൊളി ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് വാച്ച് ചെയ്യുക. നമ്മളെ ഫുൾ ഡീറ്റെയിൽസ് ഇതിലുണ്ട്. ഓക്കെ, സെറ്റ്. ഇപ്പോൾ രാവിലെ ഏകദേശം 8 മണിയാവാറായിട്ടുണ്ട്. കോഴിക്കോട് ബീച്ചിൽ വെള്ളയിലേക്ക് പോകുന്നിടത്താണ് നമ്മുടെ ലൊക്കേഷൻ. അപ്പോൾ കണ്ടോ, ബീച്ചിലെ ലൊക്കേഷനാണ്. അപ്പോൾ ആ കാണുന്നതാണ് കോഴിക്കോട് ബീച്ച്. നമ്മളുള്ളത് ഇവിടെയാണ്. കോഴിക്കോട് ബീച്ചിൽ കയറുന്നിടത്ത് വെള്ളയിലായിട്ടാണ് സ്ഥലം. അപ്പോൾ ഇതാണ് മെയിൻ റോഡ് വരുന്നത്. ഇവിടെ പാർക്കിംഗ് ഏരിയകളാണ് കേട്ടോ ഗൈസ്. ഏതായാലും സെറ്റാണ്. ഇതാണ് നമ്മളെ വണ്ടി. ഇന്നലെ രാത്രി വന്ന സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, നമുക്കുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇതൊക്കെ നമുക്കുള്ളതാണ്. അപ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കണം. അതിനുള്ള സാധനങ്ങൾ എടുക്കാം. ഗ്ലാസ് എടുക്കണം. ചായപ്പൊടി, ചായപ്പൊടി, പഞ്ചസാര, പാത്രം, ഈ സാധനങ്ങളൊക്കെ റെഡി ആട്ടോ. അപ്പോൾ ചെറിയൊരു ചായ ഉണ്ടാക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ്, നമുക്കുള്ള ഗ്യാസ്, വെള്ളം, കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പഞ്ചസാര, ചായപ്പൊടി, അതേപോലെ തന്നെ നമ്മളെടുത്ത വെള്ളം കേട്ടോ. ഇത് ഇന്നലെ കൊണ്ടുപോകുന്നതാണ്. അതേപോലെ തന്നെ ഇതാണ് കേട്ടോ ഗ്ലാസ്. അപ്പോൾ ഗൈസ്, നമ്മളെ കുക്കിംഗ് പരിപാടികളും ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ചായപ്പൊടി, പഞ്ചസാര, ഇതൊക്കെ ഇട്ട് കിട്ടും. അപ്പോൾ ഗൈസ്, നമ്മളെ ചായ അവിടെ റെഡി ആയിരിക്കുന്നു. ഇനി ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഓക്കെ. അപ്പോൾ ചായ റെഡിയാണ്. അപ്പോൾ ഗൈസ്, നമ്മളെ ചായ അവിടെ സെറ്റാണ്. സെറ്റാണ് കേട്ടോ. നല്ല ചൂടാണ്. പിന്നെ ഉറങ്ങി എണീച്ചാൽ കൊണ്ടാണ് മുഖം എന്തോ അയക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ. ഇപ്പോൾ ഗൈസ്, വണ്ടിയുടെ ഉള്ളിലാണ് നമ്മളുള്ളത്. അപ്പോൾ അടുത്ത കുക്കിങ്ങിലുള്ള പരിപാടിയിലാണ്. ഇന്ന് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് മാഗി എന്നായിട്ട് ഉണ്ടാക്കാം. ഇന്ന് വേറൊരു ഐറ്റംസ് നമ്മളെ കയ്യിലില്ല, കാരണം ഒരു മൂഡുമില്ല ഗൈസ്. അപ്പോൾ ഫസ്റ്റ് മാഗി. അപ്പോൾ ഗൈസ്, നമ്മൾ ഫസ്റ്റ് ദിവസം തന്നെ മാഗി ഉണ്ടാക്കാം. ഓക്കെ. അതല്ല നല്ല. അപ്പോൾ എല്ലാ സെറ്റപ്പും റെഡിയാണ്. ഇതൊന്ന് കൈ വൃത്തിയാക്കണം. ഓക്കെ. എന്നിട്ട് ഫോണിൽ ചാർജറിടണം. ചാർജില്ല. പിന്നെ കുറച്ച് റീൽസൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ സെറ്റാക്കണം. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടോ. അപ്പോൾ സ്റ്റവ് നമ്മൾ കത്തിച്ച് വെച്ചത്. ഇത് നമ്മൾ ഇതിനുള്ള വെള്ളാട്ടോ. അപ്പോൾ വെള്ളം വെച്ചിട്ടുണ്ട്.
ഇട്ട് എന്നിട്ട് വേണം നമുക്കിത് സെറ്റാക്കാം. അപ്പോൾ ഗൈസ് ഇതാ നമ്മളെ ഫുഡ് ഇങ്ങനെ ഇവിടെ റെഡി ആയിരിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മസാല ഗൈസ് നമ്മൾ ഇതിലിടുകയാണ് കേട്ടോ. മസാല ഇടുക. അപ്പോൾ സെറ്റാണ്. ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ. സമയം ഏകദേശം 9 മണിയാവാറായിട്ടുണ്ട്. ഇതാ ഗൈസ് നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഫുള്ള് സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ കാത്തിരിക്കാം. അപ്പോൾ ഗൈസ് നമ്മളെ ഫുഡ് റെഡിയായി. ഇത് കഴിക്കണം. അതിൻ്റെ പ്ലേറ്റ് എടുക്കണം. ആദ്യം ഈ ഗ്യാസൊക്കെ ഒന്ന് മടക്കി വെക്കാം നമുക്ക്. എന്നിട്ട് പിന്നെ ബാറ്ററി ചാർജർ ഇടണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ലൈറ്റൊക്കെ ഇതാ ഫാൻ ചാർജർ ഇടണം. ഇനി ഇത് കഴിക്കുകയും വേണം. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തേക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മളെ ഫുഡ് ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളെ ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിഞ്ഞ് സെറ്റാണ്. ഇത് വേസ്റ്റൊക്കെ നിക്ഷേപിക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ പാത്രങ്ങളൊക്കെ നമ്മൾ വെച്ച് വെള്ളം കൊടുത്ത് ഇനി ഇതൊന്ന് സെറ്റാക്കി വെക്കട്ടെ. ഒന്ന് ക്ലീൻ ചെയ്യാണ്ട് കിടക്കുന്നു. ഓക്കെ, അപ്പോൾ സെറ്റാണ്. എൻ്റെ വൈബുള്ള ഒരു ലൊക്കേഷൻ ആട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ സൈക്കിൾ അതാ അവിടെ കാണാം. ക്യാമ്പർ അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ ബീച്ച് ഏരിയ കേട്ടോ. അവിടെയാണ് നമ്മൾ നിർത്തിയ ചാർജർ ഇട്ടാണ്. അക്കാണതാണ് ബീച്ച്. ഓക്കെ, ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്, നല്ല തിരക്കുണ്ട്. ഈവനിങ് ആയപ്പോഴേക്കും തന്നെ അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥ ആണ് കേട്ടോ. ക്ലൈമറ്റൊക്കെ വലിയൊരു കുഴപ്പമില്ല. നല്ലൊരു അടിപൊളി വൈബാണ് ഈവനിങ് ബീച്ചിൽ വരിക എന്നറിയുന്നത്. ഗായ്സ് അങ്ങനെ നല്ല മഴ പെയ്ത് ഏകദേശം ചോർന്നിട്ടുണ്ട്. നമ്മളെ വണ്ടി ഇതാ ഇവിടെ. അപ്പോൾ ഞാനൊരു ഓട്ടോറിക്ഷ കയറിക്കുകയാണ്. അപ്പോൾ ഗൈസ് അപ്പോൾ ഇപ്പം നമ്മൾ സൈക്കോ ക്യാമറിൻ്റെ ഉള്ളിലാണുള്ളത്. ഏകദേശം സമയം 10 മണി കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ ഉറങ്ങാനുള്ള ടൈമായി. അതേപോലെ തന്നെ ഫുഡ് കഴിക്കണം. നമ്മൾ രാവിലെ ഭക്ഷണം ഉണ്ടാക്കി ഉച്ചയ്ക്ക് നമ്മൾ പുറത്തുനിന്ന് കഴിച്ചതാണ്. അതേപോലെ തന്നെ വൈകുന്നേരം ചായയൊക്കെ നമുക്ക് വേറെ കുറച്ച് ആൾക്കാരൊക്കെ വാങ്ങി തന്നു. ഇവിടെ ബീച്ചിൽ വന്നേ. അപ്പോൾ ഇനി നമുക്ക് ഡിന്നർ കഴിക്കണം. അപ്പോൾ നല്ല മഴ ഉണ്ട്. ഒരാൾ തന്നാട്ടോ. പിന്നെ വെള്ളമുണ്ട്. അതേപോലെ തന്നെ ഇനി വേണമെങ്കിൽ നമുക്ക് ഒരു കോഴിമുട്ട എന്താ പറയുക ഉൾസൈ അടിക്കാം. ഓക്കെ, അതാണ് ഇന്നത്തെ ഡിന്നർ. വേറൊന്നും വേണ്ടായിട്ടാണ് ബാക്കി. നമ്മൾ വൈകുന്നേരം ഒരുപാട് കടിയും ചായയും അതേപോലെ തന്നെ ഇവിടെയുള്ള ഇതൊക്കെ അറിയാലോ കാടമുട്ട അതൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേണ്ടായിട്ടാണ്. ഓക്കെ,
അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് സെറ്റാണ്. അത്യാവശ്യം വയറ് നിറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ നമ്മളെപ്പോഴും ട്രാവൽ ചെയ്യുന്ന സമയത്ത് ലഘു ഭക്ഷണമേ കഴിക്കാൻ പാടുള്ളൂ. ഒരുപാട് ഭക്ഷണം കഴിക്കരുത്. അത് നമ്മളെ വയറിനും അതേപോലെ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ചെറിയ ചെറിയ ഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഉച്ചയ്ക്ക് നല്ല അടിപൊളി ചോറും കറിയൊക്കെ കഴിച്ചിരുന്നു. പിന്നെ അതൊന്നും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് കാണിക്കാതിരുന്നത്. നാളെ ഞാൻ തിരിച്ചു പോവും. അപ്പോൾ നമ്മളിതൊരു ടെസ്റ്റ് ഡ്രൈവ് എന്നുള്ള ഉദ്ദേശത്തിൽ വന്നതാണ്. നമ്മളിനി പുതിയ യാത്രകളൊക്കെ പോകുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടോ എന്ന് നോക്കണം. അതിൻ്റെ മുൻകൂടിയുള്ള ഒരു വീഡിയോ ആണ്. അതേപോലെ തന്നെ ഒരു ചെക്കിംഗ് ആണ് ഈ വീഡിയോ ഒക്കെ. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഈ ക്യാമ്പിങ്ങൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കാട്ടിയും നല്ല ക്യാമ്പിങ്ങുകൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നല്ല പുതിയ യാത്രയും പുതിയ ക്യാമ്പിങ്ങും ഒക്കെ ആയിട്ട് നമ്മൾ വരും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നല്ല വീഡിയോസുകൾ നമ്മൾ ചെയ്യുന്നതാണ്. നിങ്ങൾ കാത്തിരിക്കുക. ഓക്കെ.